ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കാത്തുമായിട്ട് നമ്മൾ പുറത്തു പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഈ മന്ത് നമ്മൾ സാധനമൊന്നും വാങ്ങിക്കാൻ പുറത്ത് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കാത്തു അങ്ങ് വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പോയിട്ടില്ലായിരുന്നു, ടൈം കിട്ടിയില്ല. അങ്ങനെ തന്നെ ഇന്നെന്തായാലും ഞാനും കാത്തും കൂടി പോയി. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ വാങ്ങിക്കാൻ പോയി. നമ്മളെന്നും പോകുന്ന പോലെ നമ്മുടെ അടുത്ത സ്മാർട്ടിലാണ് പോയത്. കാത്തുവിനെ അവിടെ ചെന്നപ്പോഴേ കാത്തുവിന് ഒരു ട്രോളി എടുത്തിട്ട് അവളെ അതിനകത്താക്കി. കാരണം എന്നത്തെയും പോലെ അറിയാമല്ലോ, അവളവിടെ കിടന്ന് കാണിക്കുന്നത് കുരുത്തക്കേടുകൾ. അപ്പം അതിനകത്ത് എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് കാത്തൂസിന് എന്താ പറയുക, ഇങ്ങനെ ഇതിനകത്തൂടെ കയറാൻ പറ്റുമോ അമ്മ, ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ അങ്ങനെ കയറ്റി ഇരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അയാൾ തന്നെ ട്രോളി എടുത്തുകൊണ്ട് വന്ന് അയാൾ തന്നെ ചാടി കയറിയിരുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ കാത്തൂസാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാത്തു ആണെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് എല്ലാം നിങ്ങളെ പ്രോഡക്റ്റ് നോളജിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാത്തു എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആണെങ്കിൽ കാത്തൂസിൻ്റെ കയ്യിലായിരുന്നു വീഡിയോ. കാരണം കാത്തു എപ്പോഴും പറയും ഞാൻ എടുക്കാമേ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കാത്തുവിൻ്റെ കയ്യിൽ തന്നെയാണ് ആ ഫോൺ കൊടുത്തിരുന്നത്. അങ്ങനെ കാത്തു എപ്പോൾ പോകുമ്പോഴും കാത്തു ആണെങ്കിൽ അവിടെ ഒരു ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതാണ്ട് ഈ അവിടെ കയ്യിലിരിക്കുന്ന ഈ ഡ്രിങ്ക്സാണ്. അവളെപ്പോഴും പറയും അത് വേണം എന്ന് പറയും. അപ്പോൾ എപ്പോഴും ഞാനത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. ബില്ലടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മാം മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തായാലും അവൾ എപ്പോഴും പറയുന്നില്ലെന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്തതിനകത്ത് പിടിച്ചു. അതെന്താണ് ഒരു വെള്ളം നമ്മുടെ മിനറൽ വാട്ടർ സെറ്റ് ചെയ്തില്ലേ, അതുപോലെ കുട്ടികൾ കളിക്കുന്ന ഒരു സംഭവമാണ്. അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അതായിരുന്നു പിന്നീടുള്ള വാശി. അടുത്തത് പിന്നെ പിടിച്ചത് നമ്മുടെ കോക്കനട്ട് വാട്ടറാണ്. നമ്മുടെ തേങ്ങാവെള്ളമൊക്കെ ഇപ്പോൾ കുപ്പിയിലാണെന്നേ കിട്ടുന്നത്. അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അതും ഞാൻ എങ്ങനെയൊക്കെയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മളെന്തായാലും ഫുഡ് ഉണ്ടാക്കിയില്ല. രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആണ് പോയത്. പിന്നെ അതുകൊണ്ട് ഉച്ചയ്ക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാത്തു എല്ലാം നോക്കുകയാണ്. കാത്തു എടുത്ത സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അതിൻ്റെ ദേഷ്യം അവിടെ കിടന്ന് കാണിക്കുകയാണ് കേട്ടോ. കാത്തുവിൻ്റെ കോക്കനട്ട് വാട്ടർ കാണുന്നില്ല, കാത്തു എടുത്ത മിനറൽ വാട്ടറിൻ്റെ ആ ടോയ് കാണുന്നില്ല. വാങ്ങിച്ച സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു അയ്യോ അവരെടുത്ത് വെക്കാത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധമൊക്കെ പറഞ്ഞു. എങ്ങനെ ഇവിടുന്ന് ഇത് കണ്ടോ ഗൈസ്, കാത്തൂസിനാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കേട്ടോ ഈ ഒരു ടേബിള്. നമ്മളിങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചിരുന്നു. കാരണം നമ്മൾ നേരത്തെ വീട്ടിൽ നിന്നത് പോലെയല്ല ഇപ്പോൾ ഇട്ട വീട്ടിൽ കുറച്ച് ഫെസിലിറ്റീസൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പോക്കിന് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ റീലിലൊരു പീസ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ മാളിൽ പോയപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ബ്രെഡും പിന്നെ ചീസും പിന്നെന്താണ് സോസ്, ക്യാപ്സിക്കം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു വൈകിട്ട്. എൻ്റെ കൂടെ ഇപ്പോൾ സഹായിക്കാൻ കാത്തു ഉണ്ടായിരുന്നു. സഹായം അതൊരു ദോഷമായി മാറി. എങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാം അരിയാനും പിടിക്കാനും പാനിനകത്ത് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. പക്ഷേ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മെൽറ്റ് ആവാനുണ്ടെന്നാണ് തോന്നുന്നത്. ബട്ട് എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഇതെല്ലാം പറക്കി വെക്കുന്നത് കാത്തും കൂടിയാണ് കേട്ടോ. അത് ഞാനിടാമേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഞാൻ പറയുന്നത് നീ ഇട്ടാൽ മറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ എന്ത് പ്രിപ്പറേഷൻ ചെയ്താലും കാത്തൂസ് പറയും ഞാൻ വെക്കാമെന്ന്. പിന്നെ എന്തായാലും അവളുടെ ആഗ്രഹമല്ല, അങ്ങനെ എല്ലാം എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. ലാസ്റ്റ് ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇതാണ് ഗൈസ്. അപ്പോൾ കാത്തൂസ് ഇത് കട്ട് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കട്ട് ചെയ്ത വെജിറ്റബിൾസ് കുറച്ച് അധികം വന്നപ്പോഴത്തേക്കും നമ്മളത് ഒരെണ്ണം കൂടി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാത്തൂസാണ് കട്ട് ചെയ്യുന്നത്. കാത്തൂസ് കട്ട് ചെയ്തിട്ട് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാത്തൂസ് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. കാത്തൂസ് ആദ്യമൊക്കെ കഴിച്ചിട്ട് അമ്മ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഫസ്റ്റ് കഴിച്ചപ്പോൾ നല്ലതായിട്ട് തോന്നിയിരുന്നു. അവൾക്ക് ആ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. അവൾ വെജിറ്റബിൾസ് എല്ലാം മാറ്റിയിട്ട് ആ ബ്രെഡ് മാത്രം എടുത്ത് തിന്നുമായിരുന്നു, പിന്നെ സോസുമായിട്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയുടെ ലക്ഷണമുണ്ട് കണ്ടോ. നല്ല കാർമേഘമൊക്കെ ഇരുണ്ട് കയറിയിട്ടുണ്ട്. രാത്രി നല്ല ഇടിയായിരിക്കും ഗൈസ്, എന്താണാവോ.
അപ്പോൾ അങ്ങനെ ഒരു സൺഡേയും കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എത്ര പെട്ടെന്നാണ് ഒരു സൺഡേ കഴിയുന്നത്. ഇനിയിപ്പോൾ മൺഡേ, ഇനിയിപ്പോൾ ജോലിക്ക് പോകണം. ഇനിയെല്ലാം പഴയതുപോലെ തന്നെ. ഇനി ഒരു 6 ഡേയ്സ് കഴിയണം അടുത്ത സൺഡേ വരാൻ. അതും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും. കണ്ണടച്ചിറങ്ങുന്നതിന് മുമ്പെയാണ് സൺഡേയും പോയത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് വീഡിയോസൊന്നും ഇപ്പോൾ ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നതും പിന്നെ കാത്തൂതിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ നമ്മൾ വീട് മാറ്റമായതും ഒക്കെ കാരണം നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇടാറില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയും പുതിയൊരു ചലഞ്ചൊക്കെ ആയിട്ട് ഞാനും കാത്തൂസും വരുന്നതായിരിക്കും. ഇനി കുറേയധികം കാത്തൂസിൻ്റെ വീഡിയോസ് ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.